പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ S1 മെക്കാനിക്സ് പോർഷനിലെ റൊട്ടേഷണൽ ഡൈനാമിക്സിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക എന്താണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, അതോടൊപ്പം തന്നെ രണ്ട് തിയറംസ്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് തിയറംസ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ, ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഡൈനാമിക്സ് ഓഫ് റിജിഡ് ബോഡീസിൽ ഭാഗം ഒന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. നമുക്ക് നേരിട്ട് സ്ലൈഡുകളിലോട്ട് പോവാം. ഇൻട്രൊഡക്ഷനായിട്ട് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന മോഷനെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷനെ കുറിച്ച് നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് നിങ്ങളുടെ പഴയ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളൊന്ന് റിഫ്രഷ് ചെയ്യാം. We know the translational motion and rotational motion and the difference between them. അപ്പോൾ മോഷൻ്റെ ആധികാരികമായിട്ട് ഒരു നിയമം ഉണ്ടാകുന്നത് ന്യൂട്ടൻ്റെ കാലത്താണ്. ഇപ്പോൾ ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം പറയുന്നത്, ഫസ്റ്റ് ലോ ഓഫ് ന്യൂട്ടൺസ് മോഷൻ ഇനേർഷ്യയെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ഫോഴ്സ് എന്നുള്ളതിനോടൊപ്പം തന്നെ ഇനേർഷ്യ എന്താണെന്നുള്ളതോടെ പറയുന്നുണ്ട്. അപ്പോൾ ഇനേർഷ്യ ഒരു ട്രാൻസ്ലേഷണൽ മോഷനിൽ ഉണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ സാധിക്കില്ല. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിന്, ഉദാഹരണത്തിന് ഒരു ഫുട്ബോൾ ഒരാൾ കിക്ക് ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് ഇൻ മോഷൻ, ഒരു സ്ട്രൈറ്റ് ലൈനിൽ പോകുന്നു എന്ന് കരുതുക. നമ്മളിവിടെ ഒരിടത്ത് നിന്ന് വിചാരിക്കുകയാണ് അതിൻ്റെ ദിശ ഒന്ന് മാറ്റിക്കളയാം. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇറ്റ് വിൽ ട്രൈ ടു be in motion in a straight line, right? അതിൻ്റെ ഡയറക്ഷൻ മാറ്റണമെങ്കിൽ you have to apply another force by a person. വേറൊരാൾ കിക്ക് ചെയ്യുകയാണ്, ഡയറക്ഷൻ മാറ്റുന്ന രീതിയിലൊരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഡയറക്ഷൻ മാറിയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇനേർഷ്യ എന്ന് പറയുന്നത് ആ ഫുട്ബോളിന് സ്വയം അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ സാധിക്കില്ല. നിശ്ചലാവസ്ഥയിലിരിക്കുകയാണെങ്കിൽ അതിനെ കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. റൊട്ടേഷണൽ മോഷനിൽ ഇതുപോലെ ഉണ്ടാകുന്ന ഇനേർഷ്യയാണ് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ദ ആക്സിസ് വിൽ ട്രൈ ടു റൊട്ടേറ്റിംഗ് അബൌട്ട് ആൻ ആക്സിസ്, ദെൻ ഇറ്റ് വിൽ ട്രൈ ടു റെസിസ്റ്റ് ദ റൊട്ടേഷണൽ മോഷൻ. ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരു പാർട്ടിക്കിൾ ഇവിടെ ഇരിക്കുകയാണെന്ന് കരുതുക. We have a particle here of mass m. This particle is rotating like this based on some axis. Through this particle is rotating. Okay, the distance is r. The axis is x, some x dash. Okay, now moment of inertia is equal to mass times the square of the distance between the axis and the particle. m ഇൻറ്റു ആർ സ്ക്വയർ ആയിരിക്കും നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആയിട്ട് കിട്ടുന്നത്. ഇനി ഈ സാധനത്തിൽ നമ്മൾ ഒരുപാട് പാർട്ടിക്കിളുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഓരോ പാർട്ടിക്കിൾ ഒരു ആക്സിസിനെ അടിസ്ഥാനമാക്കിയാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓരോ പാർട്ടിക്കിളിലോട്ടുള്ള ദൂരം വ്യത്യാസമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ പാർട്ടിക്കിളിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുക, അതിനെ കൂട്ടുക. വി ക്യാൻ ഫൈൻഡ് ദ moment of inertia of the mass distribution. ഓക്കെ, പല സ്ഥലത്തായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള മാസിൻ്റെ moment of inertia കണ്ടുപിടിക്കും. ഇനി അതേ സമയത്ത് ഒരു കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷനാണ് കരുതുക. ഇപ്പോൾ ഇവിടെ ഒരു മണൽത്തരി ഇരിക്കുന്നു. രണ്ടാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞ മണൽത്തരികൾ ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ്. ഈ മണൽത്തരികളെല്ലാം നമ്മൾ സിമെൻറ്റ് ഉപയോഗിച്ച് ചേർത്തിട്ട് ഒരു സ്ട്രക്ചറിലോട്ട് എത്തുകയാണെന്നുള്ളത്. അപ്പോൾ എന്താണ് ഇതിൽ മൂന്നിനും തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ ഒരു പാർട്ടിക്കിളായിരുന്നു, ഇവിടെ പല പാർട്ടിക്കിളുകളായിരുന്നു. ഇവിടെ പാർട്ടിക്കിളുകൾ തമ്മിൽ ബന്ധം ഉണ്ടാക്കിയിട്ട് അതൊരു കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷനിലോട്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷനിൽ ഒരു കുഞ്ഞു ഭാഗത്തെ മാസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ലെറ്റ്സ് പി ടി എം. ഓക്കെ, ഹിയർ ഈസ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ദിസ് ഈസ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ആൻഡ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈസ് ആർ. Okay, for a continuous distribution we can write
മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈസ് എ ഇൻ്റഗ്രൽ ഓഫ് ആർ സ്ക്വയർ ഡി എം. അപ്പോൾ അടുത്ത് വേറൊരു പാർട്ടിക്കിൾ എടുക്കുന്നു, തൊട്ടടുത്ത് വേറൊരു പാർട്ടിക്കിൾ എടുക്കുന്നു, അതിലോട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുന്നു, സം ആർ പ്ലസ് ഡെൽറ്റ ആർ. അപ്പോൾ ഒന്നാമത്തെ പാർട്ടിക്കിളിൻ്റെ കാര്യത്തിൽ നമുക്ക് ഡി എം ഇൻറ്റു ആർ സ്ക്വയർ എന്ന് എഴുതാം. അടുത്ത പാർട്ടിക്കിളിൻ്റെ കാര്യത്തിൽ ഡി എം തന്നെയാണ് ഇൻറ്റു ആർ പ്ലസ് ഡെൽറ്റ ആർ ഇൻറ്റു ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കുള്ള എല്ലാ പാർട്ടിക്കിളുകളും അടുത്തടുത്താണ് ഇരിക്കുന്നത്. അതിൻ്റെ എല്ലാത്തിനെയും കൂടെ കണ്ടെത്തുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് സം ചെയ്തിട്ട് കണ്ടുപിടിക്കാം. പക്ഷെ കണ്ടിന്യൂസ് ആയതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമുള്ള മാത്തമെറ്റിക്കൽ രീതി എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷനാണ്. ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ചിട്ട് നമുക്കത് കൂട്ടി എഴുതുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ വിൽ യൂസ് ഇൻ്റഗ്രൽ. നെക്സ്റ്റ് വൺ ഈസ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ കെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കെ സ്ക്വയർ എന്ന് പറയുന്നത് കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു, നമ്മൾ എടുക്കുകയാണെങ്കിൽ കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് കെ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എളുപ്പമുള്ളൊരു വഴി എന്ന് പറയുന്നത് ഇതാണ്. കെ ഈസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ ബോഡി അബൌട്ട് ആൻ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദാറ്റ് ആക്സിസ് ഓക്കെ, the square of which on being multiplied by the total mass of the body gives the moment of inertia. Okay, therefore k square is equal to I divided by yeah. എന്തിനു വേണ്ടി നമ്മൾ കെയിലോട്ട് പോകുന്നു? നേരത്തെയുള്ള ഒരു ഇക്വേഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം. ഓരോ മാസം നമ്മൾ മാറുമ്പോൾ, ഇപ്പോൾ ഡി എം അടുത്ത ഡി എം എടുക്കുമ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കെ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത്. അത് ഡിഫറൻഷ്യൽ തന്നെ അത് പറയുന്നുണ്ട്. കെ ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു മാസ് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ മാസ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കെ ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് ടു എ പർട്ടിക്കുലർ പോയിന്റ്. അപ്പോൾ ഉറപ്പായിട്ടും അവിടെ കെ ഡിഫൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കെ സ്ക്വയർ ഇൻറ്റു എം എന്ന് പറയുന്നത് ഇപ്പോഴും ആ വസ്തുവിൻ്റെ ആ ആക്സിസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ തരുന്ന രീതിയിലായിരിക്കും നമ്മളവിടെ ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ പാരലൽ ആക്സിസ് തിയറം. രണ്ട് തിയറംസാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുവായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചില മാസ് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ അത് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഒരു ലാമിന ഉണ്ട് എന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു വസ്തു ഉണ്ട് എന്ന് കരുതുക. ഈ വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സെൻറ്റർ ഉണ്ട്. ഇതൊരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ എക്സാക്ട് സെൻറ്ററിലായിരിക്കും ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുവഴി കടന്നു പോകുന്ന ഒരു ആക്സിസിനെ കുറിച്ച് ചിന്തിക്കുക. ഈ ആക്സിസിനെ അടിസ്ഥാനമാക്കിയിട്ട് ഈ വസ്തു കറങ്ങുകയാണെങ്കിൽ അതിനുണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡ്യൂ ടു ദ സെൻറ്റർ ഓഫ് മാസ് എന്ന് വിളിക്കാം, ICM എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ICM എന്ന് കരുതുക. ഇനി നമുക്ക് വേറൊരു സ്ഥലത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് കരുതുക. വി ആർ കൺസ്ട്രക്റ്റിംഗ് എ പാരലൽ ആക്സിസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ ആക്സിസ് ഇസ് ഈക്വൽ ടു എ. ഈ ആക്സിസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ലാമിനെ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ആക്സിസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നമുക്കൊരു പേര് കൊടുക്കാം, സം എക്സ് ഡാഷ്. സെൻറ്റർ ഓഫ് മാസിലെ കൂടെ ഉള്ളത് XX ആയിരുന്നു. എക്സും X ഡാഷും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ രണ്ട് ആക്സിസും പാരലാണ്. രണ്ടും ഈ ബോഡിയിൽ കൂടെ കടന്നു പോകുന്നു. പക്ഷേ XX എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസിൽ കൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ
കടന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം. ഈ രണ്ടാമത്തെ ആക്സിസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് പറയുന്നത് എങ്ങനെയാണ്? ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ സെക്കൻഡ് ആക്സിസ് പാരലൽ ടു ദ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു moment of inertia about the center of mass plus sum of the moment of inertia at the center of mass into mass in the times m times the square of the distance between the axes. Okay, square of the distance, L is the distance between the axes, therefore square of the distance between the axes. I is equal to ICM. ICM is the moment of inertia passing through the center of mass പ്ലസ് എം ഇൻറ്റു എൽ സ്ക്വയർ. എങ്ങനെ നമുക്കിത് പ്രൂവ് ചെയ്യാൻ സാധിക്കും? സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് ഇത് നമുക്കിത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ഡി എം. ദറ്റ് ഈസ് നത്തിങ് ബട്ട് ആർ ഡോട്ട് ആർ ഇൻറ്റു ഡി എം. ഓക്കെ, നോ ഈ വെക്റ്റർ ആർ എന്ന് പറയുന്നത് ഇതാണെന്ന് കരുതുക. ഇത് ആറും മ്യൂച്വലി പെർപെൻഡിക്കുലർ. therefore നമുക്കിത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ വെക്റ്റർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്, ആർ എന്ന് പറയുന്ന വെക്റ്റർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിനെ ഇങ്ങനെ എടുക്കാൻ സാധിക്കും. ആർ ഈസ് ഈക്വൽ ടു സം ആർ ഡാഷ് പ്ലസ് എൽ ഇൻറ്റു ആർ ഡാഷ് പ്ലസ് എൽ ഇൻറ്റു ഡി. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദറ്റ് ഈസ് ആർ ഡാഷ് സ്ക്വയർ പ്ലസ് 2 എൽ ഡോട്ട് ആർ ഡാഷ് പ്ലസ് എൽ സ്ക്വയർ ഇൻറ്റു ഡി എം. ഓക്കെ, ആർ ഡാഷ് സ്ക്വയർ ഇൻറ്റു ഡി എം എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ സം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുകയാണെങ്കിൽ, ദർ ഈസ് നത്തിങ് ബട്ട് ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, സെൻറ്റർ ഓഫ് മാസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പാർട്ടിക്കിൾ നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദറ്റ് ഈസ് ഡി എം. ഈ ഡി എമ്മിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ ഡാഷ് ആണ്. ഓക്കെ, ആർ ഡാഷ് സെൻറ്റർ ഓഫ് മാസിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ ഐ സി സെൻറ്റർ ഓഫ് മാസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസ് എന്ന് എടുത്തത്. പ്ലസ് എം ഇൻറ്റു ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ ഡി എം എന്ന് പറയുന്ന എം ആവും ഇൻറ്റു എൽ സ്ക്വയർ. ഈ റിമൈനിങ് ടേം എന്ന് പറയുന്നത് ഇതും ഇതിൻ്റെ ഇൻ്റഗ്രലാണ്. ഓക്കെ, 2L ഡോട്ട് ഇൻ്റഗ്രൽ ആർ ഡോട്ട് ആർ ഡി എം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഉറപ്പായിട്ടും ഒരു നെഗറ്റീവ് ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് എല്ലാ സ്ഥലത്തോട്ടും ഈക്വലായിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡി എം എടുക്കുകയാണെങ്കിൽ ഇവിടെ അതുപോലൊരു ഡി എം നമുക്ക് എടുക്കാൻ സാധിക്കും. ഒരെണ്ണം പോസിറ്റീവ്, ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ, എല്ലാ ഡയറക്ഷനിലുള്ള ഇൻ്റഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ആ ടേം എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. therefore the remaining is IC plus m L square. L is the distance between the axes. therefore I is equal to IC plus m L square. ഇവിടെ IC എന്ന് പറയുന്നത് ഈ ടേം സെൻറ്റർ ഓഫ് മാസിൽ കൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അതെപ്പോഴും ഐയേക്കാളും കുറഞ്ഞായിരിക്കും ഇരിക്കുക. നെക്സ്റ്റ് വൺ ഈസ് ദ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇതാണ്: ഫോർ എനി പ്ലെയിൻ ഓഫ് ദ ബോഡി, എനി പ്ലെയിൻ ബോഡി നമ്മൾ എടുക്കുകയാണ്, വി വാണ്ട് ടു ഫൈൻഡ് ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ആൻ ആക്സിസ് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ. ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഇതെടുക്കുകയാണെന്ന് കരുതുക. ഈ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, ഈ ആക്സിസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ഈ പ്ലെയിനിൽ തന്നെ ലൈ ചെയ്യുന്നതും പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ ആ പോയിന്റ് എവിടെയാണോ ചേരുന്നത് ആ പോയിന്റിലൂടെ കടന്നു പോകുന്നതുമായിട്ടുള്ള രണ്ട് ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആയിരിക്കും. ലെറ്റ് ദിസ് ഈസ് എ IZ ആക്സിസ്, എക്സ് ആക്സിസ് അതിൻ്റെ Y ആക്സിസ്. ഓക്കെ, അല്ലെങ്കിൽ തിരിച്ച് എന്തായിക്കോട്ടെ, അത് എക്സ് ആക്സിസ് Y ആക്സിസ് നമ്മളെടുക്കും. അപ്പോൾ ഈ ആക്സിസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ എക്സ് ആക്സിസ് പ്ലസ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ Y ആക്സിസ്. ഒരു കണ്ടീഷൻ ഉള്ളത്, ഈ മൂന്ന് ആക്സിസുകളും ഈ ലാമിനയിൽ തന്നെ ഒരു പോയിന്റിൽ ഒരുമിച്ച് ചേർന്നിട്ടുണ്ടാവണം.
അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലെറ്റ് us see the derivation. നേരത്തെ പറഞ്ഞ കാര്യം Z ആക്സിസ് എടുത്തിട്ടുണ്ട്, Y ആക്സിസ് X ആക്സിസ് എടുത്തിട്ടുണ്ട്. ഈ ലാമിനയിൽ ഒരു ചെറിയ മാസ് നമ്മൾ എടുക്കുകയാണ്, ഡെൽറ്റ എം എന്ന് പറയുന്ന മാസ് എടുക്കുകയാണ്. ഈ ഡെൽറ്റ എം എന്ന് പറയുന്ന Y ഡിസ്റ്റൻസ് മാറിയാണ്, എക്സിൽ നിന്നും Y ഡിസ്റ്റൻസ് മാറിയും Y ആക്സിസിൽ നിന്നും X ഡിസ്റ്റൻസ് മാറിയാണ് ഇരിക്കുന്നത്. ഓരോന്നിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഈ ഡെൽറ്റ എം എന്ന് പറയുന്നത് എക്സ് ആക്സിസിനെ അടിസ്ഥാനമാക്കി ചുറ്റുമ്പോഴുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ഡെൽറ്റ ഐ എക്സ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം ഇൻറ്റു വൈ സ്ക്വയർ. സിമിലർലി വൈ ആക്സിസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഡെൽറ്റ ഐ വൈ ഈസ് ഈക്വൽ ടു സെയിം മാസ് ബട്ട് ദ ഡിസ്റ്റൻസ് ഈസ് എക്സ്, therefore ഡെൽറ്റ എം എക്സ് സ്ക്വയർ. നെക്സ്റ്റ് വൺ ഈസ് ഡെൽറ്റ ഐ ഇസെഡ്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ ഇസെഡ് ആക്സിസ്. ഇതിലോട്ടുള്ള ഡിസ്റ്റൻസ് r ആണ്, therefore delta mr square. Let us add these two quantities, delta ix plus delta iy. That is nothing but delta m into x square plus y square. Therefore, here this is nothing but r square. R square is equal to x square plus y square. Therefore, delta ix plus delta iy is equal to delta mr square. That is nothing but delta mr square is nothing but delta iz. Okay, therefore we can write it as delta ix plus delta iy is equal to iz. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കണ്ട കാര്യങ്ങൾ എന്താണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ളത് കണ്ടുപിടിച്ചു, പറഞ്ഞു. പാരലാക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും അതിൻ്റെ പ്രൂഫുകൾ ഉപയോഗിച്ച് തന്നെ പഠിച്ചു. പലതരത്തിൽപ്പെട്ട മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ കൺഫ്യൂഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാസ് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, ഡിസ്റ്റൻസിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്ന ടേമിനെയും കൂടെ പഠിച്ചു. തുറന്നു വരുന്ന ക്ലാസ്സുകളിൽ പലതരത്തിൽപ്പെട്ട വസ്തുക്കളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കണ്ടത് പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ്. ഒന്ന്, വാട്ട് ഈസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. സെക്കൻഡ്, റേഡിയസ് ഓഫ് ഗൈറേഷൻ. പിന്നെയുള്ളത് പാരലാക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും അതിൻ്റെ പ്രൂഫുമാണ്. ഇനി അടുത്ത് വരുന്ന വീഡിയോസിലൂടെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പലതരത്തിലുള്ള വസ്തുക്കളുടെ കാര്യത്തിൽ പാരലാക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും അതിൻ്റെ കാൽക്കുലേഷൻ എന്തുമാത്രം സിംപ്ലിഫൈ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തുടർന്നുള്ള വീഡിയോയിലൂടെ നമുക്ക് കാണാം.